വളരെ സ്വാദുള്ള നല്ല പഞ്ഞി പോലത്തെ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിന്ന് നമുക്ക്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് നമുക്ക് ഒരു 2 തവി അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണിത്. അപ്പോൾ അത് നമ്മൾ 2 തവി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അത്രയും തന്നെ 2 തവി തന്നെ നമ്മൾ തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ കുറച്ച് റവ കൂടി ഇടാം. 1 ടേബിൾ സ്പൂണോളം റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് കലക്കി വയ്ക്കാം. നന്നായിട്ട് കുതിരട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. ഇതായിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് നെയ്യിൽ നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ട്സ് നെയ്യിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിലേക്ക് തന്നെ കുറച്ച് തേങ്ങാക്കൊത്തുകൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും ഇതുപോലെ നെയ്യിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇനി നമുക്ക് തേങ്ങാക്കൊത്തും വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ബാറ്ററിലേക്ക് ഒരു നുള്ള ബേക്കിംഗ് പൗഡറും നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കാം. ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു നുള്ള ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3-4 ഏലക്ക പൊടിച്ചെടുത്തതാണിത്. ഇനി നമുക്കിതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൽ അല്പം വെള്ളം വെച്ചിട്ട് 2 ബൗൾ ഇതുപോലെ നെയ്യ് തടവി വയ്ക്കുക. അത് ചൂടാകുമ്പോഴേക്കും നമ്മുടെ ബാറ്ററിയിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് നല്ല തീയിൽ ഒന്ന് വേവിക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് സിമ്മിൽ ഇട്ടാൽ മതി. അപ്പോഴേക്കും നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് മതി, പെട്ടെന്ന് റെഡിയാവുന്ന ഒരു അപ്പമാണ്. അതുപോലെ നല്ല സോഫ്റ്റാണിത്, നല്ല പൂവ് പോലെ ഇരിക്കും, അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല രുചിയാണിത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. നല്ല ആരുകളൊക്കെ ഉള്ള ഒരു അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.